ഹലോ, ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലൊരു ഈസി കാരമൽ സേമിയ പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിനായിട്ട് ആദ്യം പാൻ ചൂടാക്കണം. ഒരു പാത്രത്തിൽ എന്നിട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് നമുക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്ത് അത് ഏകദേശം ഒരു മൂപ്പായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് നമുക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. റൈസിൻസ് ഇട്ട് കഴിഞ്ഞിട്ട് അതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാവേ. ഇനി നിങ്ങളുടെ വീട്ടിൽ വറുക്കാത്ത വെർമിസലിയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ നെയ്യിൽ തന്നെ നമുക്കത് വറുത്തെടുക്കാം. എനിക്കിവിടെ വറുത്ത വെർമിസലി ആയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ തന്നെ ഞാനിനി പഞ്ചസാര ഇടുകയാണ്, കാരമലൈസ് ചെയ്യാൻ തന്നെ ഈ നെയ്യിൽ തന്നെ. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഉരുകാൻ വെക്കണം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കാരമൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തീ കൂട്ടി വെക്കരുത്. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഹീറ്റിലേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ പഞ്ചസാര വേഗം കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളർ പതിയെ ആയിരിക്കും മാറി വരുന്നത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം കളർ മാറുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറിന് വേണ്ടി ഞാനൊരു എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതിൻ്റെ ഒരു എളുപ്പവഴി പറഞ്ഞു തരാവേ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ആൽഫലീബയുടെ മിഠായി ഉണ്ടല്ലോ, ആ ഒരു കളറാകുന്നവരെ ഇതിനെ നമ്മൾ കാരമൽ ചെയ്യണം കേട്ടോ. അതിൽ കൂടുതൽ കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ പായസത്തിൻ്റെ രുചി തന്നെ മാറിപ്പോകും. ചിലപ്പം പായസം കയർത്തുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടായി വരും, കാരണം കരിഞ്ഞു പോയതിൻ്റെ ഒരു ഫീൽ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ കാണുന്ന പരുവമാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പം നമ്മുടെ സേമിയ പായസത്തിനും ഒരു കാണാൻ നല്ല ഭംഗിയും വരും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ വെള്ളമേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. കാരണം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് ചൂടുണ്ടല്ലോ, അതുകൊണ്ട് തിളച്ച് പുറത്ത് വരാനും നമ്മുടെ ദേഹത്തൊക്കെ തെറിച്ച് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷമേ പാൽ ഒഴിക്കാവുള്ളൂ. ഞാനിവിടെ ഒരു 3/4 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. ഈ അളവിൽ ഒരു 7-8 പേർക്ക് നമുക്ക് സദ്യയിൽ കഴിക്കാവുന്ന അളവിലാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി സേമിയ വേകാൻ വേണ്ടി പാൽ മാത്രം ഒഴിച്ചാൽ പോരാ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 1 ഗ്ലാസ് വെള്ളവും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. എന്നാലേ സേമിയയും അതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് വേന്ത് വരത്തുള്ളൂ. കാരണം സേമിയ വേകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അഡീഷണൽ 1 ഗ്ലാസും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം പാലിൻ്റെ കളർ തന്നെ മാറിയിട്ട് ഒരു ക്രീമി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇപ്പോൾ താഴെ ഇപ്പോൾ ഒരു കട്ടയായിട്ട് തന്നെ ഇതിരിക്കുകയാണ്. ചൂടാവുന്ന അനുസരിച്ചാണ് കാരമൽ ഉരുകി പാലിൻ്റെ അകത്ത് ചേരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാല് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പിന്നെ റോസ്റ്റഡ് വെർമിസലിയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് വെർമിസലി ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ മധുരം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്, ഇനിയും ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം ഞാൻ 1/2 കപ്പാണല്ലോ പഞ്ചസാര എടുത്തേക്കുന്നത്. നമ്മൾ ഏത് കപ്പിനാണോ നമ്മൾ വെർമിസലി എടുക്കുന്നത് ആ കപ്പിൻ്റെ 1/2 കപ്പാണ് ഞാൻ സെയിം ക്വാണ്ടിറ്റിയിലാണ് പഞ്ചസാര ആദ്യമേ കാരമലൈസ് ചെയ്യാൻ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. അതാണ് ഇതിനൊരു ടേസ്റ്റും വരും, ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ വരും. നിങ്ങളുടെ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ തന്നെ പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു 2 വലിയ ടേബിൾ സ്പൂൺ ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അത് കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു അറിയാമല്ലോ, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ല രുചി വരും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. അതില്ലെങ്കിൽ പോലും പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ മധുരം അനുസരിച്ച് ഇതിൻ്റെ അകത്ത് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ പായസം ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ പൊടിച്ച് ഏലക്ക ചേർക്കുക കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും ഇതെല്ലാം നല്ല പരുവത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഒഴിച്ച പാലിൻ്റെയും വെള്ളത്തിൻ്റെ അനുസരിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതാണ്ട് ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും മുന്തിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വർഷത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായവും പറയണേ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.